ഹലോ ഗൈസ്, അപ്പം ഇന്നൊരു സങ്കടമുള്ള ദിവസം കേട്ടോ ഗൈസ്. ഉള്ളത് പറയാലോ, എന്നും വിഷമം കേട്ടോ ഗൈസ്. മക്കളുണ്ടായതിനു ശേഷം പിന്നെ എന്നും സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, മോനെ കണ്ണ് പരിശോധിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ എനിക്ക് കണ്ണിലൊരു കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാലോ വിചാരിച്ചിട്ട് കണ്ണ് ഡോക്ടറെ കാണിക്കാൻ പോയതായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണ് ഡോക്ടർ കണ്ണ് പരിശോധനയ്ക്കും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ണും പരിശോധിക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു ഗൈസ്, മോനിക്ക് കണ്ണിന് കാഴ്ച കമ്മിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗൈസ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമായിട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഉള്ളത് പറയാലോ, ഞാൻ പ്രതീക്ഷിക്കാണ്ട് പോയതാട്ടോ. അങ്ങനെ കാഴ്ച കമ്മിയുണ്ട് ഓല് ഇതുവരെ പറഞ്ഞിട്ടുമില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം എനിക്ക് ചെറിയ അക്ഷരമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമമായിട്ടോ ഗൈസ്, ഉള്ളത് പറയാലോ. ഞാൻ പറയാം, ഓരോ ഇടങ്ങേറ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതൊക്കെ മനസ്സിലാക്കട്ടോ ഗൈസ്. അപ്പോൾ മക്കളൊക്കെ ഫോണുമ്പോൾ കളിക്കണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുണ്ടോ. ഈ വീഡിയോ കാണുന്നവരൊക്കെ മക്കൾക്ക് വല്ലാണ്ട് ഫോൺ കൊടുക്കണ്ട, കണ്ണൊക്കെ അടിച്ച് പോവും ഗൈസുള്ളത് പറയാലോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത്, അങ്ങനെ അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത്, പിന്നെ ഒരു മരുന്ന് ഒറ്റിച്ചുണ്ടായിരുന്നു. അത് ഒറ്റിച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് വന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഡോക്ടർ എനിക്ക് കണ്ണടക്കം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ ഞാൻ ക്യാഷൊന്നും എടുത്തിരുന്നില്ല. കണ്ണടക്കം ഏകദേശം ചോദിച്ചപ്പോൾ 2000-2500 രൂപേൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ കണ്ണട ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുക ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമല്ലേ സബ്സ്ക്രൈബ് ചെയ്ത്